ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ കൂടെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് വേദവചനം ലൂക്കോസ് 22-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഗതസമനയിലെ പ്രാർത്ഥനയിൽ മുന്നിട്ടുള്ള അവസ്ഥകളെ കണ്ടപ്പോൾ കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രമൊന്ന് മാറ്റണമേ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിന് ദൂതൻ ഇറങ്ങി വന്ന് ശക്തിപ്പെടുത്തുവാനിടയായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നല്ല പകലിൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് കൈമാറുകയാണ്. പല വിഷയങ്ങളെ ഓർത്തുകൊണ്ട്, മുന്നോട്ടുള്ള വിഷയങ്ങളെ ഒക്കെ ഓർത്തുകൊണ്ട് ഭാരപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാം ആർക്ക് വേദനയോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, ദൂതൻ ഇറങ്ങി വരും നമുക്ക് വേണ്ടി ശക്തിപ്പെടുത്തുവാൻ. പ്രിയപ്പെട്ടവരെ, ദൂതൻ ഇറങ്ങിയാൽ അത് അനുഗ്രഹമാകട്ടോ. അവൻ യേശു കർത്താവ് ഗതസമനയെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവൻ ദൂതൻ ഇറങ്ങി വന്ന് ശക്തിപ്പെടുത്തുവാനിടയായത്. നമ്മുടെ ജീവിതത്തിലും മുന്നോട്ടുള്ള ചില വിഷയങ്ങളെ ഓർക്കുമ്പോൾ, മക്കളുടെ ഭാവി ഓർക്കുമ്പോൾ, പഠനത്തെ ഓർക്കുമ്പോൾ, ചില സാമ്പത്തിക വിഷയങ്ങളെ ഓർക്കുമ്പോൾ, ചില ശുശ്രൂഷകളെ, ചില വിജയങ്ങൾ, അല്ലെങ്കിൽ ചില മറുപടികൾ കിട്ടാത്ത വിഷയങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അതുകൊണ്ട് വല്ലാത്തൊരു ഭയം, ഭാരം ഒക്കെ വരാറില്ലേ? ഇന്ന് പകൽ ദൂതൻ ഇറങ്ങും. ദൂതൻ ഇറങ്ങിയാൽ ശക്തിപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലും അനുഗ്രഹവുമായി മാറും. ഇവിടെ ദൂതൻ ഇറങ്ങിയാൽ സ്വതന്ത്രം 28 പറയുന്നുണ്ട്, കല്ല് ഉരുട്ടി നീക്കി. മുന്നിലുള്ള പ്രതികൂലങ്ങളെ ഉരുട്ടി നീക്കാൻ ദൂതനെ കൊണ്ട് പറ്റും. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു, ദൂതൻ ഇറങ്ങിയാൽ ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രവാല തകർക്കും, ഇരുമ്പോടാമ്പലിനെ കണ്ണിക്കും. അങ്ങനെ ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മർക്കോസ് 2 പറയുന്നു, അവൻ നിനക്ക് മുമ്പേ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. വഴി ഒരുക്കുന്ന ദൂതൻ, കല്ല് ഉരുട്ടി മാറ്റുന്ന ദൂതൻ, ഇരുമ്പോടാമ്പലിനെ തകർക്കുന്ന ദൂതൻ, താമ്രവാദിനെ പൊളിക്കുന്ന ദൂതൻ, സ്തോത്രം, നമുക്ക് മുമ്പിൽ പിള്ളേരെ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൂതൻ. ഈ പകലിൽ നമുക്ക് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇത് കേൾക്കുമ്പോൾ പലരും ചില വിഷയത്തെ ഓരോന്ന് എന്ത് ചെയ്യണമെന്നേ ഭാരപ്പെടുകയല്ലേ? ദൂതൻ ഇറങ്ങി വരും ശക്തിപ്പെടുത്താൻ. അതിനൊരു മറുപടിയുമായി ദൂതൻ ഇറങ്ങി വരും. ദൈവം അയച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ദൂതനെ അയച്ചിട്ടുണ്ട്. അത് വന്ന് ശക്തിപ്പെടുത്തും. മുന്നോട്ടുള്ള പ്രതികൂലങ്ങളെ ജയിച്ച് ഉയർപ്പിന്റെ ദിനത്തിലേക്ക് എത്തുമെന്ന് വരെ ഹല്ലേലൂയ. ഈ ദൂതൻ നമ്മെ ബലപ്പെടുത്താൻ കൂടെയുണ്ട്. ധൈര്യപ്പെടുക, കൃപയിൽ ആശ്രയിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, ദൂതൻ ഇറങ്ങും, നമ്മുടെ വഴികളെ സുഗമമാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നല്ല പകലിനായി സ്തോത്രം. ഈ പകൽക്കാലം ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ ഭാരപ്പെട്ട് വേദനിച്ച് ചില ഗതസമന പോലെ കാത്തിരിക്കുമ്പോൾ സ്വർഗ്ഗീയ പിതാവ് ദൂതനെ ഇറക്കിയതിനാൽ സ്തോത്രം. ചില അടഞ്ഞ വാതിലുകളെ തുറക്കാൻ, ഇരുമ്പോടാമ്പലിനെ തകർക്കാൻ, താമരവാതിലുകളെ പൊളിച്ചു കളയുവാൻ, വഴികളെ ഒരുക്കുവാൻ ദൂതനെ ഇറക്കിയായി സ്തോത്രം ചെയ്യുകയാണ് കർത്താവ്. ഇവിടെ അനുഭവിക്കുക എല്ലാവരെയും സഹായിക്കും. തിരുനാമം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പറയുന്നു, ദൂതൻ ഇറങ്ങിയാൽ നമുക്ക് വിടുതല. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ദൂതൻ ഇറക്കിയിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്, നമുക്കതിൽ ആശ്രയിക്കാം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.